നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു പെയിന്റിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കളർഫുൾ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പെയിന്റിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് ഗ്രൗണ്ടിന്റെ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഗ്രൗണ്ടിന്റെ ലൈൻ ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ മുകളിലോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ താഴോട്ട് വരുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഒരു പുൽമേട് എന്നൊക്കെ പറയില്ലേ, ഒരു മൈതാനം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉള്ളൊരു ഗ്രൗണ്ടാണ്. ഒരു പുൽമേട്ടിൻ്റെ സെൻറ്ററിലൂടെ റോഡ് പോകുന്നുണ്ട്, മേലെ സ്കൈയും വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സീനറിയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ലൈൻ ഒന്ന് ഡാർക്കായിട്ട് വരച്ചിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ മാക്സിമം ഒന്ന് ലൈറ്റായിട്ട് വരച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൂടെ റോഡ് വരുന്നുണ്ട്, ആ റോഡ് വരയ്ക്കാം. നമുക്ക് ഇവിടെ നിന്നാണ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോഡ് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം, നമ്മുടെ അടുത്ത ഭാഗം നല്ല ബിഗ് ആയിരിക്കണം. അതിങ്ങനെ മുന്നോട്ട് ദൂരത്തോട്ട് പോകുന്നതോറും ഇങ്ങനെ സ്മോൾ ആയിട്ട് വരണം. എങ്കിലാണ് ഈ ഒരു ഗ്രൗണ്ടിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഈ റോഡ് നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗ്രൗണ്ടിന്റെ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോഡ് മാക്സിമം അതിന്റെ പെർസ്പെക്റ്റീവിൽ കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റോഡിന്റെ വൺ സൈഡ് ലൈൻ വരയ്ക്കാം. കുറച്ചൊന്നും ഇങ്ങനെ മുന്നോട്ട് എടുത്തിട്ട് പിന്നെ അത് നേരെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ സൈഡിലോട്ട് പോവാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റോഡിൻ്റെ രണ്ടാമത്തെ ലൈൻ വരയ്ക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നന്നായിട്ട് ചെറുതായിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ ഒന്ന് വലുതാക്കി കൊണ്ടുവരാം. അത്രയേ ഉള്ളൂ, കണ്ടോ, അതേപോലെ. ഈ ഒരു ഡബിൾ ലൈൻസ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം. റോഡ് വേണമെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഇങ്ങനെ വളഞ്ഞു പോകുന്നത് പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ ഗ്രൗണ്ടിന്റെ ലൈൻ വരച്ചു, പിന്നെ നമ്മൾ ഈ റോഡ് വരച്ചു. അപ്പോൾ റോഡ് വരയ്ക്കുന്ന സമയത്ത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ മതി. നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോർഷൻ ഒന്ന് ബിഗ് ആയിരിക്കും, അത് ദൂരോട്ട് പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് വേണം വരാനായിട്ട്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ സ്കൈ ആണ് ചെയ്യുന്നത്. എപ്പോഴും കളർ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് കളർ ചെയ്ത് ഇങ്ങനെ താഴോട്ട് വരുന്ന മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. കുറച്ചും കൂടി നീറ്റായിട്ട് നമ്മുടെ കളറൊക്കെ ഇരിക്കാനായിട്ട് അതായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്കൈ കളർ ചെയ്യാം. സ്കൈ ഒത്തിരി കളർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു ബ്ലൂ കളർ മുകളിൽ ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ബ്ലൂ ആണ് വെക്കുന്നത് കേട്ടോ. ഇപ്പൊ ചെറിയൊരു വൈറ്റ് ഗ്യാപ്സ് വരുന്നത് നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡാർക്ക് ബ്ലൂ ചെയ്തു. അതിന്റെ താഴത്ത് കുറച്ച് ലൈറ്റ് ബ്ലൂ കൊണ്ടുവരികയാണ്. അപ്പൊ ആദ്യം ഇവിടെ ഡാർക്ക് ബ്ലൂ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, താഴ്ഭാഗത്തായിട്ട് കുറച്ച് ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ഡാർക്കിൽ നിന്ന് മെല്ലെ ലൈറ്റിലോട്ട് വരുന്നത് പോലെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാനൊന്നങ്ങനെ ചെരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കൈയിലൊരു ഷെയ്ഡ് ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കളറിന്. ഇനി ഞാൻ ഇവിടെ കുറച്ചൊന്ന് വൈറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്തത് എനിക്ക് പിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് പിങ്ക് എടുത്തിട്ട് ഈ ഒരു ബ്ലൂവിൻ്റെ മേലെ കൊടുത്താൽ അത് വയലറ്റ് ആയിട്ട് മാറും. അപ്പോൾ വയലറ്റ് ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്ലൂവിൻ്റെ അടുത്ത് ഇതേപോലെ വൈറ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പിങ്ക് ചെയ്യുന്ന സമയത്ത് അത് വയലറ്റ് ആയിട്ട് മാറില്ല, കണ്ടോ. അപ്പോൾ പിങ്ക് ഇവിടെ ചെറുതും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് വലുതായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പിങ്കിൽ നിന്ന് മെല്ലെ നമുക്കൊരു യെല്ലോയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ പിങ്ക് താഴ്ഭാഗത്തൊന്ന് ലൈറ്റായിട്ടൊന്ന് ചെയ്തിടാം.
കളർ ബ്ലെൻഡ് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. താഴ്ഭാഗത്ത് പിങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യെല്ലോയിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ പിങ്കിൽ നിന്ന് നമ്മൾ നേരെ വന്നത് യെല്ലോയിലോട്ടാണ്. ഇവിടെ കുറച്ചിങ്ങനെ യെല്ലോ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഓറഞ്ച് ചെയ്യാം. യെല്ലോയിൽ നിന്ന് കുറച്ച് ഓറഞ്ചിലോട്ട് വന്നു. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സ്കൈ നമുക്ക് ചെയ്ത് നോക്കാം. കുറേ കളേഴ്സ് യൂസ് ചെയ്യാം. സ്കൈയിൽ കണ്ടുവരുന്ന പൊതുവെ എല്ലാ കളറും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഏറ്റവും താഴത്ത് നമുക്ക് റെഡ് യൂസ് ചെയ്യാം. ഗ്രൗണ്ടിൻ്റെ ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിലോട്ട് കളർ ആവാതെ നീറ്റായിട്ട് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ കാണാൻ തന്നെ ഭയങ്കരമായിട്ട് കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ വൈറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു കളർ ഫുള്ളായിട്ട് മേലോട്ട് കയറി പോകും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് വൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. പിങ്ക് കളർ അവിടെ ഒരുപാട് ഡാർക്കായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ലൈറ്റ് പിങ്ക് പിന്നെ ഡാർക്ക് പിങ്ക്, അപ്പോൾ ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് കിട്ടും. ഒരു മാച്ചിങ് ആയിട്ടുണ്ടായിരിക്കും അവിടെ, കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടിഷ്യൂ പേപ്പർ എടുക്കുക, ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു ബ്ലൂ കളർ ബ്ലെൻഡ് ചെയ്യാം. ഇങ്ങനെ മെല്ലെ മെല്ലെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് താഴോട്ട് വരാം. ഓക്കെ, ഇനി ഏതെങ്കിലും കളറൊക്കെ ഇവിടെ അൺവിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ സെയിം കളർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ഇവിടെ കുറച്ചൊന്ന് ഞാൻ യെല്ലോ കളർ ചെയ്യുന്നുണ്ട്. ഇതിൽ കളർ കോമ്പിനേഷൻ കുറച്ചൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സ്കൈയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല നല്ല സ്കൈൻ്റെ കളർ കോമ്പിനേഷൻസ് നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കളർ കോമ്പിനേഷൻസ് പഠിക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ കുറച്ചൊന്ന് വൈറ്റ് ക്ലൗഡ്സ് പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇവിടെ കുറച്ച് വൈറ്റ് കൊടുത്തിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വൈറ്റ് എടുത്തിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ലൈറ്റർ ആവും കളർ. അപ്പോൾ താഴോട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നിൽക്കും. കണ്ടോ? ഇവിടെ കുറച്ചും കൂടി ഞാൻ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ലൈറ്റ് യെല്ലോ.
ഓക്കെ, യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് ചെയ്യാം. ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഇവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. ലെമൺ യെല്ലോയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് സൈഡിലും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ലൈറ്റ് ഗ്രീനിലോട്ട് കൊണ്ടുവരാം. ലൈറ്റ് ഗ്രീൻ ചെയ്തു. പിന്നെ മെല്ലെ അത് നമുക്ക് ഡാർക്ക് ഗ്രീനിലോട്ട് കൊണ്ടുവരാം കേട്ടോ. യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ഏറ്റവും താഴത്ത് നമുക്ക് സാബ് ഗ്രീൻ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഡാർക്കറായിട്ടുള്ള സാബ് ഗ്രീൻ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഈ ഒരു സാബ് ഗ്രീൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് കുറച്ചും കൂടി ലൈറ്റിൻ്റെ എഫക്റ്റ് മുകളിലോട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത കളറിൻ്റെ മുകളിലോട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ കളർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ഗ്രീൻ ആണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തത് പോകുന്നുണ്ടാവും. കണ്ടോ, ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിലും ചെയ്യാം. ആദ്യം യെല്ലോ ഓൾറെഡി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഗ്രീൻ ചെയ്യാം. ഇവിടെ ലൈറ്റ് ഗ്രീൻ, യെല്ലോ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലൈറ്റ് ഗ്രീൻ ആണ്. റോഡിൻ്റെ സൈഡിൽ കൂടെ കുറച്ചൊന്ന് ഗ്രീൻ ചെയ്ത് കൊടുക്കാം. യെല്ലോ, ലൈറ്റ് ഗ്രീൻ, പിന്നെ ചെറിയൊരു ഡാർക്ക് ഗ്രീൻ. പിന്നെ ഏറ്റവും താഴത്ത് സാബ് ഗ്രീൻ, നല്ല ഡാർക്കറായിട്ടുള്ള ഗ്രീൻ. റോഡിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സാബ് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഡാർക്കറാക്കി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അധികം വേണ്ട, കാരണം ഗ്രൗണ്ട് ഒന്നും ഭയങ്കര സ്മൂത്ത് ആയിരിക്കില്ല, അവിടെ കുറേ ഗ്രാസസ് എല്ലാം ഉണ്ടാവാം. ഒരുപാട് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാൻ മാത്രം പാടുള്ളൂ. സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. സ്കൈ ചെയ്ത പോലെ ഒരുപാട് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. വളരെ സ്മൂത്ത് ആയിട്ട്, ഒരുപാട് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്മൂത്ത് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. കണ്ടോ, ഒന്ന് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഗ്രൗണ്ടിൻ്റെ മുകൾ ഭാഗത്തോട്ട് നല്ല രീതിയിൽ വെളിച്ചം അടിക്കുന്ന ഒരു ഫീല് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ റോഡിൻ്റെ പോർഷനാണ്. അപ്പോൾ റോഡിൻ്റെ പോർഷൻ നമുക്ക് കുറേ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതൊരു ഗ്രൗണ്ടിൻ്റെ മേലെ കൂടെ ഒരു പുൽമേറ്റിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു മണ്ണ് റോഡാണ്. അപ്പോൾ ആ ഒരു ഫീല് കൊണ്ടുവരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പീച്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ആദ്യം നമുക്കൊരു പീച്ച് കളർ യൂസ് ചെയ്യാം. പീച്ചും ബ്രൗണും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൗണ്ടിൻ്റെ ഫീൽ, ഒരു മണ്ണിൻ്റെ കളർ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതേപോലെ സെൻറ്ററിൽ ഫുള്ളായിട്ട് പീച്ച് ചെയ്തു. ഇനി സൈഡിൽ കൂടെ നമുക്ക് ബ്രൗൺ കളറാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു സൈഡിലൂടെ നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യാം.
സൈഡിലൂടെ ആദ്യം ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നീളത്തിലുണ്ടോ പീച്ചിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്ലീപ്പിൻ ഡയറക്ഷൻസിൽ ഓയിൽ പേസ്റ്റിൽ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ സ്ലാൻഡിങ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സ്ലീപ്പിൻ ഡയറക്ഷനിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഈ ബ്രൗണിൽ നിന്നും പീച്ചിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്ലീപ്പിൻ ഡയറക്ഷനിൽ കളർ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് കണ്ടോ, ഡയറക്ഷൻ മാറിപ്പോരുത്. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പീച്ച് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് ഹൈലൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് റോഡിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് ഷാഡോസ് ചെയ്യാനായിട്ട് പറ്റും. സൈഡിലൂടെ റോഡിൻ്റെ ഷാഡോ കണ്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ആ റോഡിൻ്റെ പോർഷൻ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രൗണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ദൂരത്ത് കുറച്ച് ചെടികൾ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ഗ്രീൻ, നമ്മുടെ സാബ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദൂരത്ത് കാണുന്ന ചെടികൾ പോലെ ഇവിടെ കുറച്ചിങ്ങനെ ചെടികൾ വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്, റാൻഡം ഷേപ്പിൽ ദൂരത്ത് കാണുന്ന കുറച്ച് ചെടികളുടെ ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നത്. കുറച്ച് ബുഷുകൾ നിൽക്കുന്ന പോലെ, ട്രീ ഒക്കെ നിൽക്കുന്നത് പോലെ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സിക്സാഗ് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രീ ഒക്കെ വരയ്ക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഡോട്ടൽ ലൈൻസും സിക്സാഗ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം ആയിട്ടുള്ള ഷേപ്സ് ഇട്ടിട്ടാണ് ഈ ലീഫിൻ്റെ പോർഷൻ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ട്രീ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിലൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കണ്ടോ, ദൂരത്ത് കാണുന്ന ചെടികൾ പോലെ തോന്നും. അതേപോലെ നമുക്ക് ഈ ഒരു സൈഡിലും ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ദൂരത്ത് കാണുന്ന ഒരു ലീഫിൻ്റെ പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു സണ്ണ് വരച്ചു കൊടുക്കാം. സർക്കിൾ ഷേപ്പും കൂടി വരച്ചു കൊടുക്കാം. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ആദ്യം ഈ ഒരു സണ്ണിൻ്റെ ഷേപ്പോടെ സർക്കിൾ വരച്ചിട്ട് അത് വിട്ടിട്ടും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വൈറ്റ് ഓയിൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ലാസ്റ്റും സണ്ണ് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ സണ്ണിൻ്റെ ഷേപ്പ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ചുറ്റുമുള്ള കളർ എടുത്തിട്ട് നമുക്ക് അതോടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
കണ്ടോ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു ബ്ലാക്ക് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് ഇവിടെ കുറേ വേലിയുടെ ഷേപ്പ് നമുക്ക് റോഡിന്റെ സൈഡിലൂടെ വരയ്ക്കാൻ പറ്റും. അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. അതും ദൂരോട്ട് പോകുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് വേണം വരയ്ക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഓയിൽ പേസ്റ്റിൽ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു ടൂൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ ബ്ലാക്കും കൊണ്ട് വരച്ചില്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ ഇതിന് ഹൈലൈറ്റ് വെളിച്ചൊടിക്കുന്ന പോലെ ഒരു ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ആ ഒരു സ്റ്റിക്കിലോട്ട് വെളിച്ചൊടിക്കുന്ന ഫീൽ വരും. ഇതിൻ്റെ മുകളിലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഗ്രാസസും വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഗ്രാസസും ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഒരുപാട് വലുതാക്കി വരയ്ക്കരുത്, കുഞ്ഞു കുഞ്ഞതായിട്ട് വരയ്ക്കണം. ഇതുകൊണ്ട് വരയ്ക്കുമ്പോൾ അധികം വീതിയായി പോവില്ല. ഹൈലൈറ്റഡ് ആയിട്ട് വൈറ്റ് കളറുള്ള ഗ്രാസസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ കൂടെയും ഇതേപോലെ സ്റ്റെമ്പുകൾ വരച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ വരച്ച് കാണിച്ചു തരാം. ദൂരത്തോട്ട് പോകുമ്പോൾ ഇതേപോലെ കുഞ്ഞതായിട്ട് തന്നെ വരയ്ക്കണം. നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്കത് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാം. ഉണ്ടോ, നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഉണ്ടോ, നല്ലൊരു വേലിയുടെ പോലെ പോർഷൻ നമുക്കിവിടെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയോ, ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇനി ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ആ ഷേപ്പ് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം മെത്തേഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ഡാർക്ക് പെൻസിൽ എടുത്തിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ 10B പെൻസിലൊക്കെ നല്ല രീതിയിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഹൈലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ എന്ത് ചെയ്യാം, ഗ്രാസ് പോലെ ഇങ്ങനെ ഗ്രാസസ് വരച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റും. ഒന്ന് റോഡിലോട്ടൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് ഒരു സ്റ്റോക്ക് ഇട്ട് കൊടുത്താൽ മതി.
ഓക്കെ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബ്ലാക്ക് എടുത്തിട്ട് വേണമെങ്കിൽ കയ്യിൽ കുഞ്ഞു കുഞ്ഞു പറവുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റും. കണ്ടോ? അധികം വരയ്ക്കുന്നില്ല, കുറച്ചേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ കളർഫുൾ ആയിട്ട് ഒരു സ്കൈ ചെയ്യാനായിട്ട് പഠിച്ചു, കളർ മിക്സ് ചെയ്യാനായിട്ട് പഠിച്ചു, പിന്നെ ഇതേപോലെ ലൈറ്റിംഗ് ഉള്ള ഒരു ഗ്രൗണ്ട് ചെയ്യാനായിട്ട് പഠിച്ചു, ഇതേപോലെ റോഡ്, വേലിയുടെ പോർഷൻ എല്ലാം നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.